വലിയ മുഖ്യ രക്ഷാധികാരി ശിഖല ടീച്ചർ നമ്മോടൊപ്പം ചേരുകയാണ്. ടീച്ചർ, സുകുമാരൻ നായർ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിനു മുമ്പ് വെള്ളാപ്പള്ളി നടേശനും മാധ്യമങ്ങളെ കണ്ടു. ഇവർ രണ്ട് നേതാക്കളും ഒരേ സ്വരത്തിൽ പറഞ്ഞു വെച്ചത് ഹൈന്ദവ ഐക്യം കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണ് എന്നാണ്. SNDPയും NSSും ഒന്നിക്കുമ്പോൾ അത് അനിവാര്യമാണ് എന്നാണ്. എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ സ്വാഗതം ചെയ്യുന്നു താങ്കൾ? അത് യാഥാർത്ഥ്യബോധത്തോടു കൂടിയ ഒരു കണ്ടെത്തലാണ്. കാരണം ഒരു നൂറ്റാണ്ട് മുമ്പ് NSSും SNDPയും ഒക്കെ തുടങ്ങിയ പശ്ചാത്തലം, ആ തുടങ്ങിയ പശ്ചാത്തലത്തിൽ അത് തുടങ്ങിയ മഹത്തായ ആചാര്യന്മാരുടെ ലക്ഷ്യം അത് ഹിന്ദു ഐക്യമായിരുന്നു. കാരണം ആ ഐക്യം ഇല്ലെങ്കിൽ അന്ന് തന്നെ ഹിന്ദുത്വത്തെ ഇല്ലാതാക്കാനുള്ള പരിശ്രമം, അത് മതപരിവർത്തനമാകാം, അതുമല്ലെങ്കിൽ ഒരു പക്ഷെ അത് കഴിഞ്ഞ അധികം കഴിഞ്ഞ് നടന്ന മാപ്പിളലഹള പോലുള്ള ശ്രമങ്ങളാകാം. അപ്പൊ ഇതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഹിന്ദു നായരായും ഈഴവരായും പുലയനായും പല തട്ടിൽ ഇരുന്നാൽ പോരാ, അവർ ഹിന്ദുവായി തന്നെ സംഘടിക്കണം എന്നത് അന്ന് കാലഘട്ടത്തിന്റെ അനിവാര്യതയായതുകൊണ്ടാണ് ആ ഐക്യത്തിന് വേണ്ടിയാണ് സമുദായങ്ങൾ സംഘടിക്കാൻ തുടങ്ങിയത്. ഓരോ സമുദായം ഒന്നിച്ച് നമുക്കൊരു കുടുക്കിട്ട് ഹിന്ദു സമൂഹത്തെ ഒന്നിക്കുക എന്നത് നടക്കില്ല. ഓരോ സമുദായവും സംഘടിക്കുകയും ആ സമുദായങ്ങൾ തമ്മിൽ ചേർന്നുകൊണ്ടൊരു ഹിന്ദു ഐക്യമേ സാധ്യമാവുള്ളൂ. ആ ഒരു പ്രായോഗിക വശത്തിലേക്ക് വേണ്ടിയാണ് അന്ന് സാമുദായിക സംഘടനകൾ ഉണ്ടായത് എന്ന് അതിന്റെയൊക്കെ നമുക്ക് രൂപീകരിക്കപ്പെട്ട കാലഘട്ടവും ആചാര്യന്മാരുടെ വചനങ്ങളും ഒക്കെ നമുക്ക് ഇപ്പോഴും വായിച്ചാൽ മനസ്സിലാകും അവരുടെ ലക്ഷ്യം ഹിന്ദു ഐക്യം തന്നെയായിരുന്നു എന്നുള്ളത്. പിന്നെ ഇത്തരത്തിൽ യാഥാർത്ഥ്യബോധത്തോടു കൂടി ആ രണ്ട് സംഘടനയെ നയിക്കുന്ന നേതാക്കൾ സംസാരിക്കുമ്പോൾ അതിന്റെ സ്ഥാപക ആചാര്യന്മാരുടെ ആത്മാക്കൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടായിരുന്നു. അന്നത്തേക്കാൾ വളരെ കാലഘട്ടത്തിന്റെ അനിവാര്യത എന്ന് പറഞ്ഞാൽ കൂടി പോലെ ഒരു ആപത്തിന്റെ വഴിയിലാണ് ഇന്ന് ഹൈന്ദവ സമൂഹം നിൽക്കുന്നത്. ഒന്നിച്ചില്ലെങ്കിൽ നമ്മൾ ഇല്ല എന്നുള്ളൊരു തലത്തിലേക്ക് ഇപ്പൊ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഹിന്ദുക്കൾ പല തരത്തിലായതുകൊണ്ട് തന്നെ അവർ എന്തും പറയാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ ദിവസം ഒരു സമുദായ സംഘടന നേതാവിന്റെ മുന്നിൽ ഒരു സമുദായ സംഘടനയുടെ പരിപാടിയുടെ വേദിയിൽ പോയി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരു സമുദായ നേതാവിനെ പറ്റി പറഞ്ഞു എന്ന് പറയുമ്പോൾ, വളരെ മോശമായി സംസാരിച്ചു എന്ന് പറയുമ്പോൾ, ആ സമുദായത്തിന്റെ വോട്ട് വാങ്ങി ജയിച്ചു പോകുന്നവരാണ് പലപ്പോഴും ആ സമുദായ നേതാവിനെയൊക്കെ തന്നെ സമീപിക്കുന്നവരാണ് വോട്ടിന് വേണ്ടിയിട്ട്. അത്തരം യാതൊരു നന്ദിയോ ചിന്തയോ ഇല്ലാതെ ഇനി ഇതൊക്കെ പോട്ടെ, ഒരു രാഷ്ട്രീയക്കാർ പരിപാലിച്ചു കൊണ്ടുപോകേണ്ട മിനിമം ചില മര്യാദകളുണ്ട്, അതുകൂടി മറന്നുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അത്തരത്തിൽ സംസാരിച്ചത്. അപ്പോ അത് തിരിച്ചറിയാൻ രണ്ട് നേതാക്കൾക്കും ആയി എന്നുണ്ടെങ്കിൽ വളരെ വളരെ സന്തോഷമാണ്. അല്ലെങ്കിൽ നായന്മാരും ഈഴവരും തമ്മിൽ ഇവിടെ പ്രശ്നമൊന്നുമില്ല. സമുദായ സംഘടനകൾ തമ്മിൽ കൈകോർക്കാൻ വിഷയവുമില്ല. കാരണം ഏതെങ്കിലും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം നിങ്ങളതിന് എന്നെ അതിവിടെ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നുള്ളൂ. ടീച്ചർ ഇവർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഈ ഈഴവരും നായരും ഒന്നിക്കുമ്പോൾ, SNDPയും NSSും ഒന്നിക്കുമ്പോൾ അതിനെ ഭയക്കുന്നത് ആര്, അതിനെ ഇത്ര ഭയത്തോടെ കാണുന്നത് ആര് എന്ന് അതിനുള്ള ഉത്തരം കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. VD സതീശനെ പോലുള്ളവർ, മുസ്ലിം ലീഗിനെ പോലുള്ളവർ, ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ളവർ അല്ലേ? തീർച്ചയായും. ഇനി മറുഭാഗത്ത് കമ്മ്യൂണിസ്റ്റുകാരും കുഴപ്പം ഇത് തന്നെയാണ് അവരുടെയും മോഹം. കാരണം അവരും ഏറ്റവും അധികം ഭയക്കുന്നത് ഹിന്ദു ഐക്യമാണ്. അവരും ഏറ്റവും കൂടുതൽ അവരുടെ ശബ്ദം ചെലവഴിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഊർജ്ജം ചെലവഴിക്കുന്നത് സനാതന ധർമ്മത്തെ പല തട്ടിലാക്കാനാണ്. ഏതൊരു വിഷയം കിട്ടുമ്പോൾ നമ്മൾ മറന്നിട്ടില്ലല്ലോ. ഇപ്പൊ ഒരു സംസ്ഥാന യുവജനോത്സവത്തിന്റെ കൊടിയിറങ്ങാൻ പോവല്ലേ, ഇതിന് മുമ്പ് ഒരു സംസ്ഥാന യുവജനോത്സവത്തില് ഉണ്ട് വലിച്ചെറിഞ്ഞ ഇലയിൽ പോലും ഹിന്ദു സമൂഹത്തെ രണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് ബ്രാഹ്മണിക്കൽ ഹെജിമണിയൊക്കെ തപ്പിപ്പോയ പത്രമാധ്യമങ്ങൾ ഇവരുണ്ട്. അതിനനുകൂലമായി സംസാരിച്ചവരുണ്ട്. മസാലദോശയുടെ കൂടെ പോലും ഹിന്ദുവിനെ ജാതീയമായി ഭിന്നിപ്പിക്കാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുന്നവർ. അപ്പൊ ഇവരെല്ലാം ഒരേ തൂവൽ പക്ഷികളാണ്. ഹിന്ദു ആയാൽ ഇതിന്റെ കച്ചവടം നടക്കില്ല എന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഹിന്ദു നായരായും നമ്പൂതിരിയായും പാണനായും പറയനായും പല തട്ടിൽ നിൽക്കണം. ജാതിഭേദം ഉള്ള കാലത്തുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അകൽച്ച ഇന്ന് ഉണ്ടാക്കിക്കാനുള്ള ശ്രമമാണ്. അന്ന് ആചാരങ്ങളാലേ അകന്നതെന്നുള്ളൂ. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയൊക്കെ ആചാരത്തിന്റെ ഭാഗമായിരുന്നു, മനസ്സുകൊണ്ടായിരുന്നില്ല. പക്ഷെ ഇവരതിനെ മനസ്സുകൊണ്ടാക്കി മാറ്റാൻ ചരിത്രത്തെ വരെ വളച്ചും തിരിച്ചും കൊണ്ടുവന്ന് കിട്ടുന്ന ഓരോ വിഷയത്തിലും ജാതി തിരികെ കയറ്റി എങ്ങനെ സമൂഹത്തെ ഭിന്നിപ്പിക്കാം. ഹിന്ദു മുസ്ലിം ഐക്യം അവരുടെയൊക്കെ ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ എന്ത് വിഷയം ഉണ്ടായാലും അതിനെയെല്ലാം വളരെ ഒരിക്കലും അതൊരു ഹിന്ദു മുസ്ലിം പ്രശ്നമല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവര് ഹിന്ദു സമൂഹത്തിനിടയിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ അയൽപക്കക്കാരുണ്ടായ തമ്മിലുള്ള വഴക്കാണെങ്കിൽ പോലും അതിന് ജാതി കുത്തിക്കയറ്റാൻ പറ്റുമെങ്കിൽ കുത്തിക്കയറ്റാണ്. കാരണം സമാജത്തെ ഭിന്നിപ്പിച്ച് പറ്റുള്ളൂ. അപ്പൊ ആ ഭിന്നിപ്പിച്ച് നമ്മൾ വിഡ്ഢികളാകുന്നു. രാഷ്ട്രീയമായും അവകാശാധികാരങ്ങൾ കിട്ടുന്ന കാര്യത്തിലാണെങ്കിലും ഇനി നാളെ ജീവന്റെ സുരക്ഷയുടെ കാര്യത്തിലായാൽ പോലും ആ ഭിന്നിച്ചു നിൽക്കുന്നത് നമുക്ക് അപകടം ചെയ്യും എന്ന് എല്ലാ സാമുദായിക സംഘടനാ നേതാക്കൾക്കും ബോധം വന്നാൽ അവിടെ തീർന്നു ഹിന്ദുവിന്റെ പ്രശ്നം. പിന്നെ ഇവര് ഈ ശത്രുപക്ഷത്ത് നിന്ന് അവർ എത്ര തന്നെ കനത്തവരായിക്കോട്ടെ, നമ്മളൊന്നും ഒന്നിച്ചു നിന്നാൽ തീരാത്ത ഒരു വിഷയവും ഇവിടെ ഇല്ല. അതുകൊണ്ട് വളരെ വളരെ ശുഭോദാർക്കമായ ഒരു മാറ്റം എന്ന് തന്നെ പറയട്ടെ. അവർ പറയാനുള്ളത് അഭിപ്രായം
ഭിന്നതയുള്ള വിഷയമാകട്ടെ അല്ലെങ്കിൽ അഭിപ്രായ ഐക്യമുള്ള വിഷയമാവട്ടെ, അവർ പറയട്ടെ, മനസ്സ് തുറന്ന് സംസാരിക്കട്ടെ. അങ്ങനെ നമ്മൾ ഒരേ തൂവൽ പക്ഷികളാണ്, ഒരേ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നവരാണ് എന്ന ബോധം എല്ലാ സാമുദായിക സംഘടനകൾക്കും ഉണ്ടാകട്ടെ. ഇന്നത്തെ കാലത്തിന്റെ അനിവാര്യതയാണ്. ടീച്ചർ, അവിടെയാണ് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ഈ അനിവാര്യത തന്നെയാണ് ഇരു നേതാക്കളും ഒരേ സ്വരത്തിൽ പറഞ്ഞു വെച്ചത്. അതുതന്നെയാണ് താങ്കളടക്കമുള്ള ഹൈന്ദവ നേതാക്കൾ വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്തതും. ഇവിടെ രാഷ്ട്രീയമുണ്ട്. ഇവർ പറഞ്ഞു വെക്കുന്ന ഒരു രാഷ്ട്രീയം സമദൂര സിദ്ധാന്തമാണ്, സമദൂര രാഷ്ട്രീയം തന്നെയാണ്. ഈ സമദൂര രാഷ്ട്രീയത്തെ പോലും ഈ മത ന്യൂനപക്ഷ തീവ്രവാദ സംഘടനകൾ അത്രത്തോളം ഭയപ്പെടുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? പ്രത്യേകിച്ച് ഇവിടെ അധികാരത്തിലേറാനുള്ള മത്സരമാണ് ഇടതുപക്ഷവും വലതുപക്ഷവും നടത്തുന്നത്. അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ്. PDP അടക്കമുള്ള സംഘടനകളെ കയ്യിലെടുത്തുകൊണ്ട് അധികാരത്തിലെത്താൻ വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ സർക്കാർ വീണ്ടും ശ്രമിക്കുന്നത്. അവിടെ പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള മതതീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള മതതീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിക്കുന്നു വലതുപക്ഷവും. ഏത് തരത്തിലായാലും ഈ തീവ്രവാദ സംഘടനകൾ അത് ഏത് തന്നെ ആയിക്കഴിഞ്ഞാലും കൂട്ടുപിടിച്ച് ഏത് തരത്തിലായാലും അധികാരം നിലനിർത്തുക, അധികാരത്തിലേക്ക് തിരിച്ചെത്തുക എന്നാണ് ഇടതും വലതും ശ്രമിക്കുന്നത്. അതിനുള്ള ആ ശ്രമങ്ങൾക്കുള്ള മുഖത്തേറ്റ പ്രഹരം തന്നെയാകുന്നു ഈ ഐക്യമല്ലേ? തീർച്ചയായും. കാരണം അവർ അധികാരത്തിലെത്തുക, ഇടതിനെയോ വലതിനെയോ അവരുടെ താല്പര്യമനുസരിച്ച് അധികാരത്തിലെത്തിക്കുക. ഇവിടുത്തെ ന്യൂനപക്ഷ സംഘടനകളുടെ ലക്ഷ്യം അവരുടെ കളിപ്പാവയായിട്ടുള്ളൊരു സർക്കാർ അധികാരത്തിലുണ്ടാവുക, എന്നിട്ട് അന്യായമായ അവകാശ അധികാരങ്ങൾ എഴുതി മേടിക്കുക. അതോടൊപ്പം ഒരിക്കലും ഹൈന്ദവ സമൂഹം സംഘടിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അവർക്ക് ഭരണത്തിന്റെ ഇടനാഴികളിൽ പോലും സ്വാധീനമില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കുക. ഈ രണ്ട് ലക്ഷ്യത്തോടു കൂടി വളരെ തന്ത്രപൂർവ്വമാണ് അവർ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത്. സാധാരണ രാഷ്ട്രീയമല്ല, ആദർശാധിഷ്ഠിത രാഷ്ട്രീയമല്ല. അവർ തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ ആദർശാധിഷ്ഠിത രാഷ്ട്രീയമല്ല. അവർക്ക് വേണ്ടത് തരം പോലെ ഈ രണ്ട് മുന്നണികളെയും ഉപയോഗിക്കുക. രണ്ട് മുന്നണികളോടും അവർക്ക് മനസ്സുകൊണ്ട് അനുഭാവമില്ല, രാഷ്ട്രീയമായ അല്ലെങ്കിൽ ആശയപരമായ ഐക്യമില്ല, ഒന്നുമില്ല. അവരുടെ ലക്ഷ്യം ഹിന്ദു സമൂഹത്തെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക, അവർ ഹിന്ദു എന്ന് പറയാതിരിക്കുക, ഒപ്പം സർക്കാരിന്റെ റവന്യൂവിൽ നിന്ന് കിട്ടുന്നതിന്റെ പരമാവധി അടിച്ചു മാറ്റുകയും മാത്രമല്ല നയപരമായ ഏത് തീരുമാനം എടുക്കുമ്പോഴും അത് തങ്ങൾക്ക് അനുകൂലമായിരിക്കും എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അതിനുള്ള രാഷ്ട്രീയമാണ് അവർ കളിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ ഹിന്ദു സമൂഹം വൈകിപ്പോയി എന്നതാണ് ഇന്നത്തെ ഗതികെട്ട അവസ്ഥയ്ക്കുള്ള കാരണം. ഇപ്പൊ അത് തിരിച്ചറിയുന്നു എന്നതാണ് ഈ പരിണിതപ്രജ്ഞരായ ഈ നേതാക്കളെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി സംസാരിക്കുന്നത് അവർ കാലത്തിന്റെ ചുമരെഴുത്തുകൾ വായിച്ചു എന്നതിന്റെ സൂചനയാണ്. ടീച്ചർ, ഇവിടെ ഇരു നേതാക്കളും പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായി ഉയരുന്ന ഒരു സംശയമുണ്ട്. ഇവർ കോൺഗ്രസിനെ മാത്രമാണ് കടന്നാക്രമിക്കുന്നത്, UDF മാത്രമാണ് കടന്നാക്രമിക്കുന്നത്. പക്ഷേ ഇടതുപക്ഷ സർക്കാരിൻ്റെ വിശ്വാസധ്വംസനത്തെയും ഇവർ നേതാക്കളും പറഞ്ഞു വെക്കുന്നുണ്ട്. വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് ഇരു നേതാക്കളും പറയുമ്പോൾ അത് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിനെ, വിശ്വാസത്തെ ധ്വംസിക്കുന്ന ആ പ്രത്യയശാസ്ത്രത്തിന് കൂടിയുള്ള ഒരു അടി കൂടിയാകുന്നുണ്ടല്ലേ? തീർച്ചയായും. കാരണം ഭക്തരെ നയിക്കുന്ന സംഘടനകളുടെ പ്രതിനിധികളായ ഇവർക്ക് ഇടതുപക്ഷത്തെ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. കാരണം ശബരിമല ആചാര ലംഘനമായാലും ശബരിമലയിലെ കൊള്ളയായാലും എല്ലാ കാര്യത്തിലും ഒരു ഇടതുപക്ഷം കൂടെയോ ഒരുപടി മുന്നിലോ വിഷയത്തിൽ നിൽക്കുന്നുണ്ട്. UDF-നോടുള്ള അഭിപ്രായ വ്യത്യാസം ഇസ്ലാമിക സംഘടനകൾ അവരെ താളത്തിനിട്ട് കൊട്ടുന്നു എന്നുള്ളതാണ്. അത് ഇപ്പൊ തന്നെ 7ാം മന്ത്രി വേണം, ഉപമുഖ്യമന്ത്രി വേണം എന്നൊക്കെ തുടങ്ങിക്കൊണ്ട് ഞങ്ങളുടെയാണ് ഭരണം എന്നുള്ള നിലയിൽ അവർ അഹങ്കാരം കാണിക്കാൻ തുടങ്ങി. അതുകൊണ്ടായിരിക്കാം ഈ രണ്ട് നേതാക്കളും പ്രത്യക്ഷത്തിൽ കാരണം ഇപ്പോൾ അവർ പറഞ്ഞ പ്രസ്താവനകൾക്കുള്ള ഒരു ഉത്തരം എന്ന നിലയിൽ മാത്രമായിരിക്കാം കോൺഗ്രസിനെയും അല്ലെങ്കിൽ UDF-നെയും കടന്നാക്രമിക്കുന്നത്. മറിച്ച് ഇടതുപക്ഷത്തോടും അവർക്ക് ഒരു ഹിന്ദു ഐക്യമാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ ഇടതുപക്ഷത്തോടും അവർക്ക് ഒത്തുചേർന്ന് പോകാൻ സാധിക്കില്ല. കാരണം ആ ഹിന്ദു ഐക്യത്തെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് അതിനുവേണ്ടി ഏതറ്റം വരെ അവരുടെ വിശ്വാസത്തെ, അത് ഗണപതിയെ മിത്താക്കുന്നതിലാണെങ്കിലും ശരി, ദുർഗാദേവിയെ വേശിയാക്കുന്നതിലായാലും ശരി, ഏത് തരത്തിൽ ഏതറ്റം വരെയും പോകാൻ സാധിക്കുന്നവരാണ് ഇടതുപക്ഷം. മന്നത്തിന് കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിയുള്ള അഭിപ്രായം എന്തായിരുന്നു എന്ന് നമുക്ക് നന്നായിട്ടറിയാം. അതുപോലെ തന്നെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു സമാജത്തെ കെട്ടിപ്പടുത്ത ശ്രീനാരായണ ഗുരുദേവനാണ്. എല്ലാവരും കമ്മ്യൂണിസം എന്നുള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് നമ്മളാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ തീർച്ചയായും ആ രണ്ട് സംഘടനകൾക്കും കമ്മ്യൂണിസ്റ്റുകാരുമായും ഒരിക്കലും ആശയപരമായി ചേർന്ന് പോകാൻ കഴിയില്ല. വളരെയധികം നന്ദി ടീച്ചർ, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.